ഒരു നാളിലും കൂറുകിട്ടില്ല എന്റെ നടത്തും പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട് എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട് ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും ആഹുജബലത്താ ഹല്ലേലൂയ പാടിയിടും നയിച്ചതിനാൽ എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എന്താലച്ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എന്താലച്ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടിയിടും ആഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആയുംബസ്വരത്താ നയിച്ചതിനാൽ. 21-ാം സങ്കീർത്തനം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്കകിരീടത്തെ അവന്റെ തലയിൽ വെക്കുന്നു. നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചൂളയിൽ ആക്കും. യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് വായിച്ച് കേൾക്കപ്പെട്ട സങ്കീർത്തനയോത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. വലിയവനാകുന്ന ദൈവം നമ്മുടെ നടുവിൽ ആഗതനായി കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ മുൻപിൽ നാം നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ, ഹൃദയം നിറഞ്ഞ മനസാക്ഷിയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ആമേ. തിരുവെഴുത്തുകളെല്ലാ സ്വസ്ഥാനങ്ങളിൽ വെച്ച് ഒരു നിമിഷം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഒരു തല മുതൽ മറുതല വരെയും ആമേ സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും ആരാധനയുടെയും
ശബ്ദം ഇന്ന് പകൽക്കാലം ആകാശത്തിലൂടെ ആമൻ അന്തരീക്ഷത്തിലൂടെ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ചെന്നെത്തുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാഗമന കൂടാരത്തിന്റെ അകത്തു നിന്ന് ആമൻ ധൂപപീഠത്തിൽ നിന്ന് ധൂപം ചുരുളുകളായി ആമൻ ആകാശത്തിലേക്ക് ഉയരുന്നത് പോലെ ദൈവമക്കളാകുന്ന നമ്മുടെ പ്രാർത്ഥനയാകുന്ന ധൂപം ഇന്ന് പകൽക്കാലം ആകാശത്തിലേക്ക് ആമൻ ദൈവസന്നിധിയിൽ ആമൻ ചെന്നെത്തുന്ന പകലായി മാറട്ടെ. ദൈവകൃപയുടെ അളവറ്റ സാന്നിധ്യം പ്രാപിക്കുന്ന പകലായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ആരാധനയ്ക്ക് യോഗ്യ, സകല മഹത്വത്തിന് യോഗ്യനായ നമ്മുടെ കർത്താവിന് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ വായിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്തെ തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രിയ ഗുരുച്ചാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവം ഞങ്ങൾക്ക് ആയുസോടെ ബലത്തോടെ വേട്ട സങ്കീർത്തന കർത്താവെ പൊരുൾ മനസ്സിലാക്കി തരുവാൻ ദൈവം ഞങ്ങൾ കർത്താവ് ദേവദാസൻ ഞങ്ങൾ ബുദ്ധിയും ജ്ഞാനവും അറിവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവ് കടന്നതെല്ലാം ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നടത്തിത്തോളം ഞങ്ങളുടെ പരിപാടി എല്ലാം നന്മയ്ക്കായി ശ്രദ്ധിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി യേശു നാമം തന്നെ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ തിരുനാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും, പ്രത്യേക പ്രിയ സുബിനും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അവിടെവിടങ്ങളായി പരിപാലിക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആയിരിക്കാനും ദൈവം നമ്മെ സഹായിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, മഴയുടേതായിരിക്കുന്ന കെടുതികൾ നിമിത്തം നമ്മുടെ കേരളക്കരയുടെ വിവിധ ജില്ലകളിൽ അത് മുഖാന്തരമുണ്ടായിട്ടുള്ള വലിയ വലിയ പ്രയാസങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നാം ഇതിനോടകം കണ്ടു കഴിയുകയും കേട്ട് കഴിയുകയും ചെയ്തു. ചിലരുടെ ഭവനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു, ചിലർക്ക് അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ഒത്തിരി പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ നമ്മുടെ കേരളക്കരയിലുള്ള പല പ്രിയപ്പെട്ടവരും ആയിരിക്കുന്നു. മഴ നമുക്ക് ആവശ്യമാണ്, അത് അത്യാവശ്യമാണ്. ഒരിക്കൽ ഇതുപോലെ നമ്മൾ മഴയുടെ കുറവ് നിമിത്തം, ചൂടിന്റെ ആധിക്യം നിമിത്തം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. എന്നാൽ മഴ മുഖാന്തരം വെള്ളത്തിന്റെ പ്രളയം നിമിത്തം ഒരു ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സർവശക്തനാകുന്ന ദൈവമാണ്. പ്രൈസലോ ആമേൻ. അതുകൊണ്ട് ഒരു ദോഷവും കൂടാതെ വണ്ണം ദൈവം എല്ലാവരെയും പരിപാലിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മോടൊപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം സൂക്ഷിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും വളരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 21-ാം സങ്കീർത്തനം. 20-ാം സങ്കീർത്തനവും 21-ാം സങ്കീർത്തനവും വളരെയധികം
ബന്ധമുള്ള ഒരു സങ്കീർത്തനമാണ്. 20-ാം സങ്കീർത്തനം ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ആമേൻ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് രാജാവും തന്നോട് കൂടെയുള്ള ആളുകളും യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു. എന്നാൽ 21-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ആ യുദ്ധത്തിൽ ജയിച്ച് സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതാണ് 21-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ആമേൻ. ഈ തിരുവചനത്തിലൂടെയൊക്കെ നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദൈവത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ഇന്ന് ഞാൻ സങ്കീർത്തനത്തിൽ നിന്നല്ല നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആമേ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ദൈവസന്നദ്ധിയിൽ ഇരിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മേലാൽ സംഭവിക്കാൻ പോകുന്നതുമാകുന്ന അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന പ്രവചന സൂക്തങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാൽ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു ദൈവവേദന പ്രത്യാശിക്കുവാനും ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ആധികാരികമായിട്ട് വിളിച്ചറിയിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യോഹന്നാൻ അപ്പോസ്തലനാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ഏകദേശം ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് 90 വയസ്സുള്ള ആ മനുഷ്യൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെടേണ്ടതായി വന്നു. 90-നും 96-നും ഇടയിൽ എഴുതപ്പെട്ടതാകുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരനെ ഡൊമീഷ്യൻ, നീറോ ഇങ്ങനെയുള്ള ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവമക്കൾ ഒത്തിരി പ്രയാസങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ ഈ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ അവർ തകർന്നു പോയില്ല, അവർ ക്ഷീണിച്ചു പോയില്ല. അവരെ തകർത്തെഴിയുവാൻ ലോകവും ലോകത്തിന്റെ ശക്തികളും നിയമങ്ങളും അവർക്ക് എതിരായി തീർന്നു. എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവദാസന്മാർക്ക് ആമൻ തോറ്റുകൊടുക്കേണ്ടതായി വന്നില്ല, എന്ന് പറഞ്ഞാൽ പരാജയപ്പെടേണ്ടതായി വന്നില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആമൻ ഈ ഡൊമീഷ്യൻ എന്ന് പറയുന്ന ആ ചക്രവർത്തി യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിലേക്ക് നാടുകടത്തുകയാണ്. പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാടുകടത്തപ്പെട്ടവർ ഇന്നുവരെ മടങ്ങി വന്ന ചരിത്രമില്ല. ഡൊമീഷ്യൻ എന്തുകൊണ്ടാണ് പത്മോസിലേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ നാടുകടത്താനിടയായി തീർന്നത്? ഡൊമീഷ്യന്റെ തിളച്ച വെളിച്ചെണ്ണയ്ക്കോ തിളച്ച എണ്ണയ്ക്കോ യോഹന്നാൻ അപ്പോസ്തലന് ഒരു കേടും വരുത്തുവാൻ കഴിഞ്ഞില്ല. ഡൊമീഷ്യന്റെ തിളച്ച എണ്ണയ്ക്ക് ഡൊമീഷ്യനെ തകർക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ അടുത്ത കണ്ടുപിടിച്ചൊരു മാർഗമാണ് മനുഷ്യനെ ഏകാന്തതയിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഏകാന്തനായി തീർന്നു കഴിഞ്ഞാൽ, ഏകാന്തതയിലായി കഴിഞ്ഞാൽ അവന്റെ മാനസിക നില പോലും അവൻ തകരുവാനിടയായി തീരും. അങ്ങനെ മാനസികമായിട്ട് അവന്റെ നില തെറ്റുവാനിടയായി തീരും. അങ്ങനെ മനുഷ്യനാരും ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് ദൈവം കണ്ട് അവന് തക്കതായ ഒരു തുണയെ ദൈവം ഉണ്ടാക്കി കൊടുത്തു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബം എന്ന് പറയുന്നത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, ദൈവത്തിന്റെ കണ്ടുപിടുത്തമാണ്. കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്ഥാപനമാണ്. എന്തിനു വേണ്ടിയാണ്? അവനൊരു സ്ത്രീയുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ, അവന്റെ സങ്കടങ്ങൾ അറിയിക്കുവാൻ. ഒരു ഭർത്താവ്, ഒരു ഭാര്യ എന്നുള്ള നിലകളിലാണ് ദൈവം അതിനെ സ്ഥാപിക്കുവാനിടയായി തീർന്നു. അങ്ങനെ കുടുംബജീവിതം ദൈവം കൊടുത്തു, അവർക്ക് സന്താന വർദ്ധന. അങ്ങനെ പത്മോസിലേക്ക് ഏകാന്തത അനുഭവിക്കുവാൻ വേണ്ടിയാണ് ആരെ പറഞ്ഞു വിട്ടത്? യോഹന്നാൻ അപ്പോസ്തലനെ.